ഇത് വെക്കണേ, ഇത് വെക്കണേ. ഇവർ ഒറിജിനൽ എന്താണെന്ന് നാട്ടിൽ കാണട്ടെ. എന്റെ പൊന്നും സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാൽ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ച് ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് കൂടി മേഴുകത്തേ ഉള്ളൂ. ഹലോ, രാമായണ ട്രെയിലർ റിയാക്ഷനുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഈ പടത്തിന്റെ ഒരു ടീസർ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ അതിന്റെ ഒരു സ്കെയില് നമുക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോ ഉണ്ടാവാൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരിക്കില്ലേ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവി. 2 ഭാഗമായിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ രാജമൗലിന്റെ ഒരെണ്ണം വരാണ്ട് 2 പാർട്ടായിട്ടാണ് ഇറങ്ങുന്നത്. അത് ഈ ദീപാവലിക്കും, സെക്കൻഡ് പാർട്ട് അടുത്ത ദീപാവലി, അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹാൻസ് സിമ്മറും എ.ആർ. റഹ്മാനും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു സ്കെയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാൻസ് സിമ്മറൊക്കെ വന്നിട്ട് ഒരു ഇന്ത്യൻ മൂവിയിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിലറിലിട്ട് കിടക്കാം അല്ലേ? എന്തേ അങ്ങോട്ട് വെക്കല, ഇങ്ങോട്ട് തട്ടിക്കൂട്ട് സാധനം ട്രെയിലറിന് വേണ്ടി ചെയ്തതാണ്. നല്ല ഉണ്ടല്ലേ, ശരിക്കും റോളിന് ആപ്റ്റായ. ഇതാണ് പറഞ്ഞു. ഓ കൊള്ളാം. രാവണന്റെ പുഷ്പക വിമാനം. ഐമാക്സ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫസ്റ്റ് പാർട്ട് രാമനും സെക്കൻഡ് പാർട്ട് രാവണനും ആയിരിക്കാം. അതാണ് കണ്ടില്ലേ 2 എന്നുവെച്ചാല് മേ ബി ഒരു തോട്ട് ഇവരുടെ 2 പേരുടെയും വ്യൂയിലെ കൂടെയുള്ള രാമായണ ആവാനും മതി. ഐമാക്സിൽ തന്നെ പോയി കാണണം. ദീപാവലി എപ്പോഴും ആക്ച്വലി ഇവനെ മാത്രമേ കാണിച്ചിട്ടില്ല കേട്ടോ. സീതന്റെ ലുക്ക് വന്നിട്ടില്ല. ഇവൻ ലക്ഷ്മണൻ അത് വരുമായിരിക്കും. അങ്ങനെ സീതന്റെ ലുക്ക് വന്നിട്ടില്ല, ലക്ഷ്മണൻ വന്നിട്ടില്ല, ഹനുമാൻ വന്നിട്ടില്ല. ലക്ഷ്മണൻ പിന്നെ ഇയാളാ രവി ദുബെ. എല്ലാ വർഷവും പടങ്ങൾ ഉണ്ടാവലുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളവരല്ലേ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ വരുന്ന, അത്രേ ഉള്ളൂ. അപ്പൊ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനും അല്ലെങ്കിൽ ഒരു സിനിമ സംസാരവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ശരി, ബൈ.